ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ ക്യാമറ മേടിച്ചു. നിക്കോൺ Z30 എന്ന് പറയുന്നൊരു വ്ളോഗിങ് ക്യാമറയാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ക്വിക്ക് അൺബോക്സിങ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഞാനിത് ഓൾറെഡി തുറന്നതാണ്, വീണ്ടും പെട്ടിക്കകത്താക്കി തുറക്കാണ്. സോ ഇതിൻ്റെ അത് യൂസർ മാനുവലൊക്കെ വരണ്ട, അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടൊരു അട്രാക്റ്റീവ് കാര്യം വരുന്നത് കണ്ടോ, ഒരു 64 GB ഒരു മെമ്മറി കാർഡ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കിയത് തുറന്നു കഴിയുമ്പോൾ ഇവിടെ ക്യാമറ കാണാനായിട്ട് പറ്റും. ബോക്സ് മാറ്റി വയ്ക്കാം. സോ നമ്മൾ സ്ട്രാപ്പൊക്കെ കണക്ട് ചെയ്തു ഓൾറെഡി. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും എടുത്തിട്ട് ഒന്നും കൂടെ പെട്ടിക്കകത്താക്കി വെച്ചതാണ്. സോ നമ്മുടെ ക്യാമറ ഇരിക്കുന്നുണ്ട്. ഞാൻ ലെൻസൊക്കെ ഇതിലേക്ക് ഫിറ്റ് ചെയ്തു. ലെൻസ് ഇത് ഫിറ്റായിട്ടായിരിക്കില്ല വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറ ഒരു ഓഫർ പാക്കേജ് ആയിട്ടാണ് കിട്ടിയത്. നമ്മുടെ കൊച്ചിയിലുള്ള നിമ്മീസ് ക്യാമറ സെൻറ്റർ എന്ന് പറയുന്ന കടയിൽ നിന്നാണ് ഈ ഒരു ക്യാമറ വാങ്ങിച്ചത്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു ക്യാമറയുടെ കിറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഒരു ക്യാമറ വരുന്നുണ്ട്, പിന്നെ ഒരു 1650 mm ലെൻസ് വരുന്നുണ്ട്, പിന്നെ ക്യാമറയുടെ സ്ട്രാപ്പ് വരുന്നുണ്ട്, പിന്നെ ഒരു ചാർജിങ് കേബിളും 2 ലിഥിയം അയൺ ബാറ്ററിയും, പിന്നെ ഒരു ക്യാമറ ബാഗും കൂടിയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു 64 GB മെമ്മറി കാർഡും കൂടി ഇതിൻ്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിനേക്കാളും റേറ്റ് കുറഞ്ഞ് ഇത്രയും സാധനങ്ങളോട് കൂടിയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ ക്യാമറയുടെ ബോഡി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ബ്ലാക്ക് ഫിനിഷ്, ഒരു മാറ്റ് ടൈപ്പ് ബോഡിയാണ്. സോ നമുക്കിവിടെ മോഡലായിട്ടൊരു മൗണ്ട് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം കാണാനായിട്ട് ഇവിടെ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് എക്സ്ട്രാ വേണമെങ്കിൽ മൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സാധാ ക്യാമറയിലുള്ള പോലെ തന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ കൺട്രോൾ ബട്ടൺസ്, റെക്കോർഡ് ബട്ടണ്, പിന്നെ മോഡുകൾ, പിന്നെ ഫ്രണ്ട് ഒരു സ്ക്രീനുണ്ട്, പല ഓപ്ഷൻസ്, വീഡിയോ ആൻഡ് ഫോട്ടോ മോഡ്. സാധാ പോലെ തന്നെയാണ് ബാക്കിയെല്ലാം. അടിയിൽ നമ്മുടെ ട്രൈപോഡായിട്ട് മൗണ്ട് ചെയ്യാനുള്ളൊരു മൗണ്ട് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നമ്മുടെ ബാറ്ററി ഉണ്ട്. ബാറ്ററി മെമ്മറി കാർഡ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാൻ ഉപയോഗിച്ചതാണ്. അപ്പോൾ നമുക്ക് 2 ബാറ്ററി ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ മൈക്ക് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു HDMI പോർട്ടും ഒരു മിനി HDMI പോർട്ടും പിന്നെ ഒരു USB-C ചാർജിങ് ആണ് വരുന്നത്. USB-C ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. സോ ആദ്യം തന്നെ ഇവിടുത്തെ ക്യാപ്പ് ജസ്റ്റ് റിമൂവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു സ്വിച്ച് ഓൺ പൊസിഷനിലേക്ക് ഇടാം. സോ നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെൻസ് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ അവിടെ ക്യാമറ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ വീഡിയോ മോഡിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ 4K up to 30 FPS വരെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൈക്ക് നമുക്കിവിടെ കുത്താനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ മൈക്ക് കുത്തുകയാണെങ്കിൽ മൈക്കിനും എക്സ്ട്രാ ബാറ്ററി ഇടേണ്ട ആവശ്യമുണ്ട്.